ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി വെയ്റ്റ് ലോസ് സാൻഡ്വിച്ചാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ഗ്രീൻ ചട്നി തയ്യാറാക്കിയിട്ടുണ്ട്. ചട്നിയുടെ റെസിപ്പി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. തയ്യാറാക്കിയ ചട്നി ഇതിലേക്ക് കുറച്ച് പച്ചക്കറി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം ക്യാരറ്റാണ് ഞാനിവിടെ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 2 പൊട്ടറ്റോ കൂടി, ഉരുളക്കിഴങ്ങ് കൂടി ബോയിൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ മീഡിയം സവാള, ഉള്ളി കൂടി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിയാ സീഡ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറഞ്ഞ കാലറിയിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു സാധനമാണ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഫൈബറും പ്രോട്ടീനും ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് വെയിറ്റ് ലോസിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ പ്രോട്ടീനും അധികം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് BP കുറക്കാനും വിറ്റാമിൻ B എന്നിവയും ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. കൂടാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. പെട്ടെന്ന് ഓഫീസിലൊക്കെ പോകാൻ തയ്യാറായി ധൃതി കൂട്ടുന്നവർക്കിത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം, കുട്ടികൾക്കും മറ്റും കഴിക്കാൻ. ഇവിടെ ഞാൻ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഒരു സ്ലൈസിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ തികച്ചും ഓപ്ഷണലാണ്. കുട്ടികൾക്കാണെങ്കിൽ മാത്രം ഇവിടെ ബട്ടർ തടവി കൊടുത്താൽ മതി. മുതിർന്നവർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യവും ഇല്ല. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ഈവണായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ വെളുത്ത എള്ളും മറ്റും ബോണിനും അതുപോലെ ബ്ലഡ് സെൽ ഫോർമേഷനും മറ്റും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈസ് ഓഫ് ബ്രെഡ് കൂടി ബട്ടർ ചേർത്ത് തയ്യാറാക്കിയെടുക്കാം. ഇത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഞാൻ മറ്റേ ബ്രെഡും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ടോസ്റ്റർ വെച്ചാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. നമുക്ക് സാൻഡ്വിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ കത്തിച്ച് തിരിച്ചും മറിച്ചും നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കുകയും ചെയ്യാം പ്രിപ്പയർ ആയോ എന്നുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചീസും ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിൽ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഗ്രേറ്റ് ചെയ്ത ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ആഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി വെയിറ്റ് ലോസ് ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.